പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സഭായോഗ മധ്യേ വായിച്ച തിരുവചന ഭാഗം യോന പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായമാണ്. 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇന്ന് പകലിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന വിധങ്ങളെ യോന പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ശ്രദ്ധിക്കുവാനാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം യോന പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരിയേറെ ആത്മീക ചിന്തകൾ പകരപ്പെടുവാനിടയായിത്തീർന്നു. ഞാനിത് വായിച്ചപ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടെ ദൈവവും യോന എന്ന് പറയുന്ന പ്രവാചകനും തമ്മിലുള്ള ഒരു ഇടപെടലാണ്, അല്ലെങ്കിൽ ദൈവവും ഈ പ്രവാചകനും അവരുടെ ജീവിതത്തിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പല കാര്യങ്ങളും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ യോന പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണ് അതിപ്രധാനമായിട്ടൊരു വാക്യം. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യോന പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നൊരു വാക്ക് കണ്ടു, നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷത യോനയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്താണ് പറഞ്ഞത്? നീ വളരെ കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, മഹാദയയുള്ളവനാണ്. മനസ്സിലായോ? അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവനുമാണെന്നും എനിക്കറിയാമെന്ന്. എന്ന് പറഞ്ഞാൽ ഒരനർത്ഥം പ്രഖ്യാപിച്ചിരിക്കെ മനുഷ്യര് മാനസാന്തരപ്പെട്ട് കടന്നു വരികയാണെങ്കിൽ ദൈവം ആ ശിക്ഷ, ആ നടപടി മാറ്റിവെച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുന്നൊരു ദൈവമാണ് എന്നുള്ളത് യോനയ്ക്കറിയാം. അപ്പൊ യോന മുൻവിധിയോടുകൂടി ദൈവസന്നിധിയിൽ ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചപ്പോൾ അത് കേൾക്കാതെ ഓടി ഒളിച്ചൊരു ചരിത്രമാണ് നമുക്ക് 1-ാം അധ്യായത്തിൽ കാണാൻ കഴിയുക. നമുക്കതിൻ്റെ തലക്കെട്ടുകൾ മാത്രം കാണുമ്പോൾ യോനയുടെ ഒളിച്ചോട്ടമാണ് 1-ാം അധ്യായത്തിൽ കാണുന്നത്. രണ്ടാമത്തേത് യോനയുടെ ഒരു പ്രാർത്ഥനയാണ്. യോന പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഈ സഭാഹാളിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെയല്ല, തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. മൂന്നാമത്തെ കാര്യം നിനവയുടെ മാനസാന്തരമാണ്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ അതിരറ്റ കരുണയെക്കുറിച്ചാണ് 4-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഈ ശ്രേഷ്ഠ സ്വഭാവം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും എന്തേ തീരണം, അതുപോലെ ആയിത്തീരണം എന്നാ പറയുന്നത്. അപ്പോൾ കർത്താവ് പിതാവായ ദൈവം സർവ ഗുണങ്ങളുമുള്ളവനാണ്, സ്നേഹവാനാണ്. ഇപ്പോൾ ഈ വാക്യത്തിൽ വായിച്ചതുപോലെ കൃപയും കരുണയും ദീർഘക്ഷമയും, ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണ്. ദൈവം ശിക്ഷിക്കാൻ വേണ്ടി ഇരിക്കുന്നവരല്ല, ഏത് വിധേനയും ഒരു മനുഷ്യനെ നേടിയെടുക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ഈ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു ദൈവമാണ്, അല്ലേ? നമുക്കറിയാം, പഴയ നിയമ പ്രവാചകന്മാരൊക്കെയും തന്നെ ഭൂരിഭാഗം പേരും ഇസ്രായേലിനോടും യഹൂദയോടും ദൈവത്തിന്റെ സ്വന്തം ജനത്തോടുമാണ് പ്രവചനങ്ങൾ അറിയിച്ചിട്ടുള്ളത്, ദൈവമക്കളോടാണ് ഇടപെട്ടിട്ടുള്ളത്. എന്നാൽ ദൈവജനത്തിൽ പെടാത്ത നിനവേ എന്ന് പറയുന്ന ഒരു മഹാനഗരത്തിൽ പോയി പ്രസംഗിക്കുവാൻ യോന പ്രവാചകനെ അയക്കുകയാണ്. ഒരർത്ഥത്തിൽ പൗലോസിനെ വിളിച്ചു പറഞ്ഞില്ലേ, ഞാൻ നിന്നെ ജാതികളുടെ അപ്പോസ്തലനാക്കിയിരിക്കുന്നു. ജാതികളുടെ രക്ഷയ്ക്ക് വേണ്ടി സുവിശേഷം അറിയിക്കുവാൻ ആരെയാണ് അയച്ചത്? പൗലോസിനെ ദൈവം അയക്കുകയാണ്, അല്ലെ? മറ്റുള്ള എല്ലാ ശുശ്രൂഷകന്മാരെയും ഇസ്രായേലിലേക്ക് പറഞ്ഞയക്കുമ്പോൾ, 12 അപ്പോസ്തലന്മാരെ ഇസ്രായേലിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഇതാ ഒരു അപ്പോസ്തലനെ ജാതികളിലേക്ക് പറഞ്ഞയക്കുന്നത് പോലെ ഈ യോനാ പ്രവാചകരെ ഇവിടെ നിനവയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അതിന്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അമിത്തായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നതെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാം. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. 3-ാം വാക്യം. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടി തർശീശിലേക്ക് പോയി കളവാൻ അതിൽ കയറി. 4-ാം വാക്യം. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. മതി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ കണ്ടു. ദൈവവും യോനയുടെയും ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെയും നമ്മുടെയും ജീവിതത്തിന്റെ ഇടയിൽ ദൈവം ഒരു കാര്യം യോനയോട് പറയുകയാണ്, ദൈവം ഒരു കാര്യം നമ്മളോട് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? മഹാനഗരമായ നിനവയിൽ പോയി അവർക്ക് വിരോധമായി പ്രസംഗിക്കുക.
ഇതാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്. എന്നാൽ യോന ചെയ്തത് എന്താ? ആ കേട്ട വചനം ഏറ്റെടുത്ത് അങ്ങോട്ട് പോവുകയാണോ ചെയ്തത്? അല്ല. അദ്ദേഹം ഒരു തീരുമാനിക്കുകയാണ്. അദ്ദേഹം വേഗം തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ കയറി കൂലി കൊടുത്ത്, അല്ലെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവ് കൃത്യമായിട്ട് ടിക്കറ്റ് എടുത്തു കൊടുത്തു. അപ്പോൾ തന്നെ കപ്പലിൽ ഇരിക്കാൻ സ്ഥലം കിട്ടി. കൃത്യമായിട്ടുള്ള മറ്റൊരു യാത്രയ്ക്ക് വേണ്ടി സുഗമമായ കാര്യങ്ങൾ ഒരുങ്ങി. അപ്പോൾ നമ്മൾ സഭയിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറയും, എനിക്ക് ടിക്കറ്റിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കർത്താവ് കരുതി എന്ന് പറയും. യോനയ്ക്കും പറയാമല്ലേ? യോന ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, സഭയിൽ വന്ന് സാക്ഷ്യം പറയുകയാണെന്ന് കരുതുക. ഞാൻ ഇങ്ങനെ കർത്താവ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് നിനവയിലേക്ക് പോകാൻ ഹൃദയത്തിലൊരു താല്പര്യമുണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവത്തിന് ഇഷ്ടമെങ്കിൽ എനിക്ക് കൃത്യമായിട്ടുള്ള ടിക്കറ്റുകൾ കിട്ടണം എന്ന് പ്രാർത്ഥിച്ചു. കൃത്യമായി എനിക്ക് തർശീശിലേക്ക് ടിക്കറ്റ് കിട്ടി, ഇരിക്കുവാൻ സീറ്റും കിട്ടി, യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആമേൻ സ്തോത്രം എന്ന് പറയും. പക്ഷേ ഇവിടുത്തെ അപകടം, ദൈവം പറഞ്ഞതുപോലെയാണോ യോന ചെയ്തത്, അതോ അതിന് വിട്ട് തൻ്റെ ഇഷ്ടമാണോ ചെയ്തതെന്ന് നോക്കുമ്പോഴാണ് ഈ ടിക്കറ്റ് കിട്ടിയതും അല്ലെങ്കിൽ യാത്ര സുഗമമായതും ദൈവത്തിൽ നിന്നാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വയത്തിൽ നിന്നാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. ഇത് പലപ്പോഴും നമുക്ക് ചിന്തിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാതെ വരുന്നത് കൊണ്ടാണ് ചില യാത്രകൾ സുഗമമാക്കുമ്പോൾ ദൈവം അത് ചെയ്തു തന്നു എന്ന് പറയുന്നത്. കാരണം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ആ വിളിക്ക് യോഗ്യമായിട്ടല്ല നമ്മുടെ പ്രവൃത്തിയും ജീവിതവും എങ്കിൽ അവിടെ ദൈവത്തിന് യാതൊരു പ്രസാദവുമില്ല. അല്ലെ, ദൈവവേല ചെയ്യുന്നതാണോ, മാന്യമായി നല്ല ജോലി ചെയ്ത് ശമ്പളത്തിന് ജോലി ചെയ്ത് ജീവിക്കുന്നതാണോ, ഏതാണ് നമുക്കിഷ്ടം? നമുക്കിഷ്ടം നല്ലൊരു ജോലി ചെയ്ത് നല്ല ശമ്പളം മാസം കിട്ടണം, ആ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് മാന്യമായി സമൂഹത്തിൽ ജീവിക്കണം, ഇതാണ് നമ്മുടെ ഇഷ്ടം, അല്ലേ? പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. ഒരു അന്യജാതിക്കാരായ, അതായത് ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഈ മനുഷ്യരെ മാനസാന്തരപ്പെടുത്തുവാൻ വേണ്ടി ഒരു പ്രവാചകനെ ദൈവം അങ്ങോട്ട് അയക്കുകയാണ്. ദൈവത്തിന്റെ വിശാലമായ കാഴ്ചപ്പാട്. പക്ഷേ പ്രവാചകന്റെ കാഴ്ചപ്പാട് വളരെ ഇടുങ്ങിയ കാഴ്ചപ്പാടാ. കാരണം പ്രവാചകന്റെ മനസ്സിലുണ്ട് ദൈവം മഹാകരുണയുള്ള ദൈവമാണ്, ഞാനവിടെ പോയി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അല്ലെ? മാനുഷികമായ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാം. അതുകൊണ്ടാണ് ദൈവം യോനയോട് പറഞ്ഞ ഈ അരുളപ്പാട് സ്വീകരിക്കാതെ അവൻ അടുത്ത വണ്ടി കയറി വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ 4-ാം വാക്യത്തിൽ ദൈവം എന്താണ് ചെയ്തത്? ദൈവം ഒരു കാര്യം പറഞ്ഞു, യോന അത് കേൾക്കാതെ പോയപ്പോൾ ദൈവം അടുത്ത കാര്യം എന്താ ചെയ്തത്? ഇവിടെ പറയുകയാണ്, യഹോവയോ സമുദ്രത്തിലൊരു പെരുങ്കാറ്റടിപ്പിച്ചു, അല്ലെ? അപ്പോൾ യോനയുടെ യാത്രയ്ക്ക് അതിനൊരു പ്രശ്നമുണ്ടാക്കുവാൻ ദൈവം എന്ത് ചെയ്യുകയാണ്? ഈ കാറ്റടിപ്പിച്ചത് ആരാ? സാത്താനാണോ അടിപ്പിച്ചത്, അതോ ദൈവമാണോ അടുപ്പിച്ചത്? ഇത് ദൈവമാണ് അടുപ്പിച്ചത്. കാരണം എന്താ? ഞാനും എൻ്റെ അപ്പനും തമ്മിലുള്ള ഒരിടപാട്. എന്നെ ശിക്ഷിക്കുന്നത് എൻ്റെ അപ്പനാണെങ്കിൽ, അല്ലേ, ഞാൻ നന്നാവാൻ വേണ്ടി എന്നെ പല രീതിയിൽ ഇടപെടും, പല രീതിയിൽ എന്നോട് ഇടപെട്ട് പല കാര്യങ്ങളും ചെയ്യും. ഇങ്ങനെ യോനയോട് ദൈവം ഇടപെടുകയാണ്. അങ്ങനെ ഇടപെടുന്ന കൂട്ടത്തിൽ യോന പറഞ്ഞതനുസരിക്കാതെ മുന്നോട്ട് പോയപ്പോൾ അവിടെ കടലിൽ ഒരു കാറ്റടിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നമ്മൾ ചിന്തിച്ചു പോകേണ്ട ഒരു കാര്യമാണ്. ദൈവം പറഞ്ഞ വ്യവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കടലിലേക്ക് പോകേണ്ട ആവശ്യമില്ല, വേറൊരു കപ്പൽ യാത്രയ്ക്ക് പോകേണ്ട ആവശ്യമില്ല, കടലിൽ ഈ കൊടുങ്കാറ്റടിക്കേണ്ട കാര്യവും ഇല്ല. പക്ഷേ അത് വന്നു ചേർന്നു. എന്തുകൊണ്ടാ? ദൈവം പറഞ്ഞത് വടക്കോട്ട് പോകാൻ, യോന നേരെ പോകുന്നത് തെക്കോട്ടാ, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞത് കേൾക്കാതെ വരുമ്പോൾ സമുദ്രത്തിൽ ഒരു കൊടുങ്കാറ്റടിക്കുകയാണ്. അപ്പോൾ അടുത്തത് നമുക്ക് താഴേക്ക് വായിക്കാം. ഈ യോനയോ സുഖമായി കിടന്നുറങ്ങുകയാണ്, അല്ലെ? കപ്പലിൽ സുഖമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഈ വലിയൊരു കാറ്റും കോളും ഉണ്ടായപ്പോൾ, ഇവിടെ കടലിൽ ഒരു കാറ്റടിച്ചപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? ഈ കടലിലുള്ളവരൊക്കെയും വളരെ ഭയപ്പെട്ട് പ്രയാസപ്പെട്ട് താൻ്റെ ദൈവത്തോട് അപേക്ഷിച്ചു എന്നാ പറയുന്നത്, അല്ലേ? സത്യദൈവത്തെയൊന്നും അവർക്കറിയില്ല, പക്ഷെ അവർ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക. അപ്പോൾ ഇതാ ഒരുത്തൻ കിടന്ന് സുഖമായി കിടന്നുറങ്ങുന്നു. അവനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ഇവിടെ പറയുകയാണ്, നീ ആരാണ്, നീ എന്താണ്, എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ യോന പറയുന്നൊരു കാര്യമുണ്ട് 9-ാം വാക്യത്തിൽ. ഇവിടെ പറയുകയാണ്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് ഈ യോന പ്രവാചകൻ താൻ ആരെന്നും താൻ ആരാധിക്കുന്ന ദൈവം ആരെന്നും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ നമ്മൾ അനുസരണക്കേട് കാണിച്ചാലും അതിൻ്റെ അപ്പുറത്ത് ദൈവത്തിന് ചിലത് പ്രവർത്തിക്കാനുണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. കാരണം യോന ഇപ്പോൾ അനുസരണക്കേട് കാണിച്ച് പോയതുകൊണ്ടാണ് കപ്പലിലുള്ളവരോട് സുവിശേഷം പറയാൻ പറ്റിയത്. ഞാനത് താഴേക്ക് പറഞ്ഞു വരാം. അതിനകത്തൊരു ദൂതുണ്ട്, ഞാൻ പറഞ്ഞു തരാം. താഴേക്ക് പറയുകയാണ്,
ഇത് കേട്ടപ്പോൾ ഈ കപ്പലിലുണ്ടായവർ വളരെ ഭയപ്പെട്ട് പ്രയാസപ്പെട്ട് നീ എന്താണ് ഇങ്ങനെ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കാനിടയായി തീർന്നു. കാരണം യോന പറഞ്ഞിരുന്നു, ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടു, പക്ഷേ ദൈവത്തിന്റെ വചനം കേൾക്കാതെ ഞാനിപ്പോൾ തർശീശിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ജാതികളുടെ ഉള്ളിൽ തന്നെ ഒരു ഭയമുണ്ടാവുകയാണ്. ഇങ്ങനെ ഒരു ദൈവമോ, ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുവാൻ കെൽപ്പുള്ള ദൈവമോ? ഞങ്ങളുടെ ദൈവങ്ങളൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ. പക്ഷെ നിന്റെ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവമാണെന്ന് നീ തന്നെ പറയുന്നു. ആ ദൈവസ്ഥനിൽ നിന്ന് നീ ഓടിയപ്പോൾ ഇതാ വലിയൊരു അനർത്ഥം വന്നിരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് വിശ്വസിക്കാൻ പറ്റി. അപ്പോൾ തന്നെ ഇതിന്റെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് കാര്യങ്ങളെ അവിടെ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇത്രയും സംഭവിച്ചപ്പോൾ യോനയ്ക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ദൈവസന്നിധിയിൽ നിന്നും മാറ്റപ്പെട്ടത് കൊണ്ടാണല്ലോ, ഞാൻ പുറത്തേക്ക് പോന്നത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഈ അപകടം എനിക്ക് നേരിട്ടത്. ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ തെറ്റെനിക്ക് മനസ്സിലായി, അങ്ങ് പറഞ്ഞ വഴിക്ക് പോകാത്തത് കൊണ്ടാണ് ഈ അനർത്ഥം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, ഞങ്ങളെ രക്ഷിക്കണമേ, ഞാൻ അങ്ങ് പറയുന്നതുപോലെ ചെയ്യാം എന്നല്ലേ നമ്മൾ സ്വാഭാവികമായിട്ട് തീരുമാനമെടുക്കുക. ഞാനോ നിങ്ങളോ ആണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യുകയുള്ളൂ. ഒരു പ്രയാസം വന്നു കഴിയുമ്പോൾ ദൈവമേ ക്ഷമിക്കണമേ, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തോളാം, ഇതല്ലേ നമ്മൾ പറയുകയുള്ളൂ. പക്ഷെ യോന എന്താ പറഞ്ഞത്? ഒരു മനുഷ്യനും പറയാത്തൊരു കാര്യമാണ് അവിടെ പറയുന്നത്. 12-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, എന്നെ എടുത്ത് സമുദ്രത്തിലിട്ട് കളയുവിൻ. ആരെങ്കിലും ഇവിടെ ഇരിക്കുന്ന സഭായോഗത്തിലിരിക്കുന്ന ഈ കൂട്ടത്തിൽ ആരെങ്കിലും കപ്പൽ ഇങ്ങനെ ആടി കളയുമ്പോൾ, കാറ്റടിക്കുമ്പോൾ പറയുമോ എന്നെ എടുത്ത് കടലിലേക്ക് ഇട്ടോളാൻ? ആരെങ്കിലും പറയുമോ? അതോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ദൈവമേ ക്ഷമിക്കണമേ, എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് അപകടമൊന്നും വരുത്തല്ലേ, ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് പറയുമോ? ഇവിടെയും യോനയ്ക്കൊരു കുലുക്കവുമില്ല. ചത്താ മതി എന്നാ പറയുന്നത്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകുന്നതിനേക്കാൾ നല്ലത് എനിക്ക് ചത്താ മതി, ചത്തുപോയാലും കുഴപ്പമില്ല, കർത്താവ് പറഞ്ഞു ഞാൻ ചെയ്യില്ല. ഇതാണ് യോനയുടെ മനോഭാവം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അതാണല്ലോ ഇവിടെ കാണുന്നത്. എന്നെ എടുത്ത് കടലിലേക്ക് എറിയാനാ പറയുന്നത്. ആരും പറയാത്തൊരു കാര്യം. കാരണം ഞാൻ ചത്തുപോയിക്കോട്ടെ, ഞാൻ ചത്തുപോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. എന്നോട് ദൈവം നിനവയിലേക്ക് പോകാൻ പറയാ എന്ന് പറഞ്ഞു. നിനവ എന്ന് പറഞ്ഞ് വെറുതെ നിസ്സാര ഒരു രാജ്യമല്ല കേട്ടോ, ഇസ്രായേലിന്റെ ശത്രു രാജ്യമാണ്. ശത്രുവിന്റെ അടുക്കൽ പോയിട്ടാണ് സുവിശേഷം പറഞ്ഞവരെ രക്ഷിക്കാൻ പറയുന്നത്. അപ്പൊ യോനയ്ക്ക് സഹിക്കാൻ പറ്റുമോ? യോനയ്ക്ക് അതൊട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ദൈവം ആരാണ്? മഹാകരുണയുള്ള ദൈവമാണ്, അല്ലേ? ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം ഏത് വിധേനയും അവരെ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ മനോഭാവം ഒന്നും പ്രവാചകനില്ല. കടലിൽ പ്രശ്നമുണ്ടായപ്പോഴും തന്നെ എടുത്ത് കടലിലേക്ക് എറിയാൻ പറയുകയാണ്. അങ്ങനെ തന്നെ എടുത്ത് എന്ത് ചെയ്തു? കടലിലേക്ക് എറിയുകയാണ്. ആ കടലിലേക്ക് എറിയുമ്പോൾ ഈ കപ്പലിലുണ്ടായിരുന്നവർ ഈ സത്യദൈവത്തെ അറിയാൻ ദൈവം ഇടയാക്കുന്നുണ്ട്. മനസ്സിലായോ? ഞാനും നിങ്ങളും കർത്താവിന്റെ വേലയിൽ ശോഭിക്കാതിരുന്നാൽ പോലും എന്നിലൂടെയും നിങ്ങളിലൂടെയും, കാരണം എന്താ, ദൈവം നമ്മളിൽ വചനം നിക്ഷേപിച്ചിട്ടുണ്ടല്ലേ, ഈ വചനം ആദായപ്പെടുത്തി കർത്താവിന് വേണ്ടി നേടുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാ. പക്ഷെ നമ്മൾ നിരുത്സാഹപ്പെട്ടാലും നമുക്ക് ലാഭം കിട്ടിയില്ലെങ്കിലും നമ്മളിലൂടെ ദൈവം ലാഭം ഉണ്ടാക്കിയെടുക്കും. കാര്യം മനസ്സിലായോ? ഞാൻ പറഞ്ഞത് ആശയം മനസ്സിലായോ? ഞാൻ 1-2 ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഇവിടെ എസ്തേറിനോട് ദൈവം പറയുന്നുണ്ട്, ഈ സമയത്ത് നീ എഴുന്നേറ്റില്ലെങ്കിൽ മറ്റൊരുവനെ എഴുന്നേൽപ്പിച്ച് ദൈവം ചെയ്യും, ഇസ്രായേലിന് ആശ്വാസം കൊടുക്കും. പക്ഷെ നിനക്കും നിന്റെ കുടുംബത്തിന് നഷ്ടം വരും. പക്ഷെ എസ്തേർ അത് നഷ്ടപ്പെടുത്തിയില്ല. കാരണം ഒരു ജോലിക്ക് വേണ്ടി നമ്മെ നിയോഗിക്കുമ്പോൾ നമ്മളത് ചെയ്താൽ എനിക്കും ഗുണമാ അവർക്കും ഗുണമാ. പക്ഷെ ഞാനത് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ, ദൈവം വേറെ ദൈവനെ വെച്ച് ആ കാര്യം നടത്തുകയും ചെയ്യും. എനിക്ക് നഷ്ടം വരും, ദൈവത്തിന് ഒരു നഷ്ടവും വരികയില്ല. കാര്യം മനസ്സിലായോ? അതുകൊണ്ട് ദൈവത്തെ തോൽപ്പിക്കാമെന്ന് കരുതിയോ ഇങ്ങനെ അവരെ രക്ഷിക്കപ്പെടണ്ട എന്ന് ചിന്തിച്ച്, അല്ലെ, പണ്ട് എവിടെയോ കേട്ടതുപോലെ ഞാൻ ജോലി ചെയ്തിട്ട് ഇപ്പോൾ പാകിസ്ഥാൻകാര് രക്ഷപ്പെടണ്ട എന്ന് പറയുന്ന പോലെ, ആരോ പറയുന്നത് പോലെ, അല്ലെ, ഞാൻ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ആ ദുഷ്ടൻ രക്ഷിക്കപ്പെടണ്ട എന്ന് പറഞ്ഞിരുന്നാലും എനിക്കാ നഷ്ടം. ആ ദുഷ്ടനെ രക്ഷിച്ചെടുക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്നോട് പറയും, എനിക്ക് പറ്റിയില്ലെങ്കിൽ ദൈവം ചെയ്യും, അടുത്ത ആളെടുത്ത് ചെയ്യും. അതല്ല, എന്നിലൂടെ തന്നെ ചെയ്യും. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? കടലിൽ കിടന്ന് വെള്ളം കുടിക്കേണ്ടി വരും. മനസ്സിലായോ? യോനയെ കടലിലേക്ക് എറിയുമ്പോൾ ആ കപ്പലിലുണ്ടായിരുന്നവർ അവർക്ക് കിട്ടിയൊരു സാക്ഷ്യം വിശ്വസിച്ച്, എന്താണ് വിശ്വസിച്ചത്? ആകാശവും ഭൂമിയും കരയും കടലും സൃഷ്ടിച്ച ദൈവം യഹോവയായ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. അവന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ പുറപ്പെട്ടു പോയപ്പോൾ ആ വന്ന അപകടമാണ് ഈ അപകടം എന്ന് പറഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ട് ഈ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. യോനയെ കടലിലേക്ക് എറിയുമ്പോൾ ഇവർ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞങ്ങളോട് ഈ മനുഷ്യന്റെ രക്തത്തിന് ഞങ്ങളോട് പ്രതികാരം ചെയ്യരുതേ, ദൈവത്തിന്റെ ഇഷ്ടത്താൽ സംഭവിക്കുന്നുവല്ലോ എന്നൊക്കെ വളരെ താഴ്മയോടെ ഈ ജനം, ദൈവത്തെ അറിയാതിരുന്ന ജനം വിളിച്ചപേക്ഷിക്കുകയാണ്. തന്നെയുമല്ല, ഈ ദൈവത്തിന് ആരാധന കഴിക്കുകയാണ്.
അപ്പോൾ യോനയുടെ അനുസരണക്കേട് കുറച്ചു പേരുടെ രക്ഷ ദൈവം ഒരുക്കിയെടുത്തു. പക്ഷേ അവിടെ ലാഭമുണ്ടായത് ആർക്കാ? ദൈവത്തിനും ഈ അന്യജാതികളായ കപ്പൽ യാത്രക്കാർക്കും ലാഭമുണ്ടായി. പക്ഷേ ദൈവത്തിൻ്റെ സ്വന്തം പ്രവാചകനോ നഷ്ടമാ സംഭവിച്ചത്. എന്താ നഷ്ടം സംഭവിച്ചത്? കടലിലേക്ക് എറിഞ്ഞു, കുറെ ഉപ്പുവെള്ളം കുടിച്ചു. അപ്പോഴിതാ അവിടെ അടുത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ് 17-ാം വാക്യത്തിൽ, യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അപ്പോൾ ഈ യോനയെ വിഴുങ്ങുവാൻ ദൈവം ഒരു മീനെ അവിടെ കൽപ്പിച്ചാക്കിയാണ്. ഈ മീൻ വന്ന് എന്ത് ചെയ്തു? യോനയെ വിഴുങ്ങി. അല്ലേ? ഈ യോനയെ മത്സ്യം വിഴുങ്ങി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഒരു മീൻ വിഴുങ്ങി കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ചത്തുപോവില്ലേ? മനുഷ്യമായി പറഞ്ഞ് ചിന്തിക്കാം. പക്ഷേ കർത്താവായ യേശുക്രിസ്തു എന്താ പറഞ്ഞത്? യോനയുടെ അടയാളമല്ലാതെ നിങ്ങൾക്കൊരു അടയാളവുമില്ല. യോന എന്ത് ചെയ്തു? മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും ഭൂമിക്കടിയിൽ കിടക്കേണ്ടതാകുന്നു. അപ്പൊ മത്സ്യത്തിന്റെ ഉദരത്തിൽ ഈ യോന കിടന്നിട്ടുണ്ടെന്നല്ലേ കർത്താവ് പറഞ്ഞത്? അല്ലേ? അപ്പൊ അതുകൊണ്ട് അത് വിശ്വാസയോഗ്യമാണ്. അപ്പോൾ ഈ യോന മത്സ്യത്തിന്റെ അകത്ത് പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു വലിയ പ്രാർത്ഥന കഴിക്കുകയാണ്. അവിടെ പറയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കിടന്നപ്പോൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന പോലെ, ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എന്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിലിട്ട് കളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരകളും എല്ലാം എന്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിങ്കലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു, ആഴി എന്നെ ചുറ്റി, കടൽപ്പുല്ല് എന്റെ തലപ്പാവായിരുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി. ഈ മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടക്കുമ്പോൾ വെള്ളം എന്റെ പ്രാണനോളം എന്നെ വളഞ്ഞു, ആഴി എന്നെ ചുറ്റി എന്നൊക്കെ പറഞ്ഞ് ഈ മത്സ്യത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന യോനയ്ക്ക് ഉണ്ടായ അനുഭവത്തെ വളരെ പ്രയാസത്തോടു കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ യോനയ്ക്ക് മത്സ്യത്തിന്റെ ഉള്ളിൽ കിടന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുക. ദൈവം ഒരു കാര്യം പറഞ്ഞു, അടിയനിതാ കർത്താവേ എന്ന് പറഞ്ഞ് അത് ചെയ്യാൻ പോയിരുന്നുവെങ്കിൽ ഈ യോന എന്ന് പറയുന്ന പ്രവാചകൻ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ദൈവത്തിന് അറിയാം, ഒരുവനെ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ അവൻ ഏത് തരക്കാരനാണ്, എങ്ങനെയൊക്കെയാണ്, അവനെ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റും, അവനെയും കൂടി എങ്ങനെയൊക്കെ നന്നാക്കിയെടുക്കാം, ഇതെല്ലാം ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ ചിന്തയേക്കാൾ ഭൂമിക്ക് മുകളിൽ ആകാശം ഉയർന്നിരിക്കുന്നത് പോലെയാണ് ദൈവത്തിന്റെ കാര്യങ്ങൾ ദൈവം ചിന്തിക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ ചിന്തയല്ല ദൈവത്തിന്റെ ചിന്ത എന്ന് നമുക്കറിയാം. അപ്പോൾ ദൈവം ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് എല്ലാവർക്കും പൊതുപ്രയോജനം എന്ന നിലയിൽ ദൈവം ഈ ജീവിതത്തെ ക്രമീകരിക്കുക. യോന കടലിൽ കിടന്നാലേ, തിമിംഗലം വിഴുങ്ങിയാലേ ഇവന് മാനസാന്തരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ അനുഭവത്തിലൂടെ ദൈവത്തിന് അവനെ കയറ്റിവിടണം. അപ്പോൾ തന്നെ ദൈവത്തെ അറിയാത്തവരുടെ ഇടയിൽ ദൈവത്തെ ഘോഷിക്കണം, ആ കടലിലുള്ളവരെയും രക്ഷിക്കണം. ദൈവം അതും ചെയ്തു. യോനയുടെ ജീവിതത്തിലും കാര്യങ്ങൾ ചെയ്യുകയാണ്. അതിന്റെ 9-ാം വാക്യത്തിൽ പറയുകയാണ്, ഈ പ്രവാചകൻ പറയുകയാണ്, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. വലിയൊരു പ്രാർത്ഥനയ്ക്കൊടുവിൽ ഇനി രക്ഷിക്കുവാൻ ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. 10-ാമത്തെ വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രതികൂല സാഹചര്യം മീനിന്റെ വയറ്റിൽ കിടന്ന് ഒരുക്കപ്പെടേണ്ട രീതിയിൽ ഒരുങ്ങപ്പെട്ടപ്പോൾ ദൈവം എന്താ മീനോട് പറഞ്ഞത്? അവനെ കരയിലേക്ക് കൊണ്ടുപോയി ഛർദ്ദിച്ചിട്ടേക്ക്, അല്ലേ? അപ്പോൾ ഒരു പ്രയാസത്തിന്റെ ഉള്ളിൽ നമ്മൾ പെട്ട് കഴിയുമ്പോൾ അവിടെ കിടന്ന് നിലവിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും, പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ടാകും. ഇതെല്ലാം പ്രാർത്ഥിച്ച് ഒരുക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവ പ്രതിസന്ധിയുടെ ഉള്ളിൽ നിന്ന് ദൈവം തന്നെ ഇങ്ങോട്ട് പുറത്തെടുക്കും. മനസ്സിലായോ? ഇത് ദൈവം തന്നെയല്ലേ ചെയ്തത്? മത്സ്യത്തോട് വിഴുങ്ങാൻ ദൈവം പറയുകയാണ്. അവനെ വിഴുങ്ങി കഴിഞ്ഞപ്പോൾ അവൻ ആയിത്തീരേണ്ട രീതിയിൽ അവൻ ആയിത്തീർന്നു. ആയിത്തീർന്നു കഴിഞ്ഞപ്പോൾ അവനെ കൊണ്ട് കരയിൽ ഛർദ്ദിച്ചിട്ടാണ് ദൈവം പറഞ്ഞു. അപ്പൊ ദൈവം തന്നെയല്ലേ മുറിക്കുന്നതും മുറിവുണക്കുന്നതും ദൈവമാണെന്ന് ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാപ്പിൽ അകപ്പെടുത്തി ആ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് വിടിവിക്കുന്നത് നമ്മുടെ ദൈവമാണ്, അല്ലേ? യോനയുടെ ജീവിതത്തിൽ അതല്ലേ നമ്മൾ കാണുന്നത്. തുടർന്ന് 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായതെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. നമുക്ക് നിർത്തി വായിക്കാം. ഇവിടെ
രണ്ടാം പ്രാവശ്യം യോനയോട് ദൈവം അരുളി ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാം പ്രാവശ്യം അരുളി ചെയ്തപ്പോൾ എന്താ പറ്റിയത്? അവൻ അത് വിട്ട് അതൊന്നും കേൾക്കാതെ ഓടി രക്ഷപ്പെടാൻ പോയി. കടലിൽ പ്രയാസമുണ്ടായി, കടലിലേക്ക് എറിയപ്പെട്ടു, മീനിന്റെ വയറ്റിൽ കിടന്നു, ആളൊന്ന് നന്നായി അല്ലേ? നന്നായി കഴിഞ്ഞപ്പോൾ ദൈവം അരുളപ്പാട് കൊടുത്തു, രണ്ടാം പ്രാവശ്യം കൊടുക്കുകയാണ്. അത് കേൾക്കേണ്ട താമസം. മൂന്നാമത്തെ വാക്യം, അങ്ങനെ യോന പുറപ്പെട്ടു, യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ രണ്ടാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞത്? ദൈവം അരുളി ചെയ്ത പ്രസംഗം അതിനോട് പ്രസംഗിക്കുക എന്ന് പറഞ്ഞു. ഇത് കേട്ടപാടെ അങ്ങനെ യോന പുറപ്പെട്ടു. അപ്പൊ നേരത്തെ പുറപ്പെട്ടില്ല, ആദ്യ പ്രാവശ്യം പറഞ്ഞപ്പോൾ പുറപ്പെട്ടില്ല. ഇത്രയും പ്രയാസം പ്രതിസന്ധിക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ രണ്ടാം പ്രാവശ്യം പറഞ്ഞത് കേൾക്കേണ്ട താമസം. യോന പുറപ്പെടുകയാണ്, യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. നാലാമത്തെ വാക്യത്തിൽ, യോന നഗരത്തിൽ കടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിലവി ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഘോഷിച്ചു പറഞ്ഞു എന്നുള്ളൊരു വാക്കുണ്ട് അല്ലെ? ഒരു ദിവസം യാത്ര പുറപ്പെട്ട് ആ പട്ടണത്തിൽ കിടന്നിട്ട് പറയുകയാണ്, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. ഈ ഘോഷിച്ചു പറയുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ വായിച്ചപ്പോൾ മനസ്സിലായത് യോന നിലവിളിച്ചു പറഞ്ഞു എന്നാ പറയുന്നത്. എന്താണ് പറയുന്നത്? ആൻഡ് ഹി ക്രൈഡ് ആൻഡ് സെഡ് എന്നാണ് പറയുന്നത്. അതായത് അവൻ നിലവിളിച്ചു പറയുക. സുവിശേഷകന്റെ റേഞ്ച് മാറിയുണ്ടോ? നേരത്തെ ദൈവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കൂസലില്ലായിരുന്നു. പക്ഷേ ദൈവം ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആയിത്തീരേണ്ട രീതിയിൽ ആയിത്തീർന്നു. അപ്പോൾ അവൻ വളരെ ആത്മഭാരത്തോടു കൂടെ കരഞ്ഞു പറയുകയാണ്, നിനവാദിവാസികളെ, 40 ദിവസത്തിനകം ഈ പട്ടണം ഉന്മൂലനാശമാക്കുമെന്ന് ദൈവം അരുളപ്പാട് ചെയ്യുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴേ അവിടുത്തെ രാജാവിന്റെ ചില കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത്. വർത്തമാനം നിനവേ രാജാവിന്റെ അടുക്കലും എത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കി രട്ടെടുത്ത് എന്ന് പറഞ്ഞാല് ഈ വർത്തമാനം നിനവേ രാജാവ് കേട്ടു. നിനവേ രാജാവ് കേട്ട വഴി പിടിക്ക് പ്രവാചകനെ അടക്കി ജയിലിൽ എന്നല്ല പറഞ്ഞത്. ആ ദൈവത്തിന്റെ അരുളപ്പാടിന് മുന്നിൽ തന്റെ രാജകീയ വസ്ത്രം അഴിച്ചു വെച്ച് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരുന്നു കൊണ്ട് എന്താ പറഞ്ഞത്? ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ ചെയ്തികളെയെല്ലാം ഉപേക്ഷിക്കുവിൻ, ദുർമാർഗം വിട്ടുതിരിയണം, ദൈവം അനർത്ഥം പ്രവചിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാടിന് തന്നെയും തന്റെ ജനത്തെയും ഒരുക്കിയെടുത്തുകൊണ്ട് കണ്ടു. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സുവിശേഷ ഭാഗം ഏറ്റെടുക്കുന്ന രാജാവ് അവൻ ബാക്കിയുള്ള ആ ദേശത്ത് മുഴുവനും പ്രചരിപ്പിക്കുക. 1,20,000 പരം ജനങ്ങളോട് ഈ രാജാവ് പറയുകയാണ്. അപ്പോൾ ഇതിന് തുടക്കം കുറിച്ചതാരാ? ഒന്നുമല്ലാത്ത യോന പ്രവാചകൻ. പക്ഷെ അത് ഏറ്റെടുത്തതാരാ? ആ ദേശത്തെ രാജാവ്. ആ രാജാവ് പറയുമ്പോൾ ആ 1,20,000 പരം ജനങ്ങളും ഉപവസിച്ചും പ്രാർത്ഥിച്ചും അവരുടെ മൃഗങ്ങൾ പോലും ഒന്നും കഴിക്കാതെ ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുകയാ. എന്നിട്ട് പറയുക, രാജാവ് പറയുകയാണ്, ഓരോരുത്തൻ താൻ താന്റെ ദുർമാർഗവും താൻ താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരികുകയും വേണമെന്ന് രാജാവ് പറയുക. താഴേക്ക് പറയുകയാണ്, 10ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവർ ദുർമാർഗം വിട്ട് തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുതപിച്ചു, അത് വരുത്തിയതുമില്ല. കണ്ടോ, ഇവിടെ പറയുകയാണ്, അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് അവരുടെ പ്രവൃത്തികളാൽ കാണിച്ചു കൊടുത്തു. നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ദുർമാർഗം വിട്ട് കഴിഞ്ഞാൽ വാക്കുകളിലാ കാണിച്ചു കൊടുക്കുള്ളൂ അല്ലേ? ഓ, ഞങ്ങൾ ഭയങ്കര വിശ്വാസികളാണ്, ഞങ്ങൾ കർത്താവിന്റെ പിൻപറ്റുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്തോത്രം പറഞ്ഞ് ഒരാൾക്കൊരു ഉപകാരം ചെയ്യാതെ ഇങ്ങനെ ഇരിക്കും അല്ലേ? പക്ഷെ നിരവധിവാസികൾ അങ്ങനെയല്ല ചെയ്തത്. മാനസാന്തരപ്പെട്ടത് പ്രവൃത്തികളിൽ തെളിയിച്ചു കൊടുത്തു. അവരുടെ പ്രവൃത്തികൾ, ആ പറയുന്ന വാക്ക് കേട്ടോ, അവർ ദുർമാർഗം വിട്ട് തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ. കണ്ടോ, അവരുടെ പ്രവൃത്തികൾക്ക് അടിമുടി ചേഞ്ച് ദൈവം കാണുകയാ. അപ്പോൾ ദൈവം എന്താ ചെയ്തത്? ദൈവം അവർക്ക് അനർത്ഥം വരുത്തുന്നു എന്ന് പറഞ്ഞത് ദൈവം അതോട് പിൻവലിച്ചു. ആ അനർത്ഥം വരുത്തിയില്ല. ഇത് മുഴുവനുമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവവും യോനാ പ്രവാചകനും ദൈവം പറഞ്ഞു, കേൾക്കാതെ വേറൊരു വഴിക്ക് ഓടിപ്പോയി. ആ കേൾക്കാതെ പോയത് പോലും യഹൂദന്റെ തിരസ്കരണം ജാതികൾക്ക് രക്ഷ വന്നു എന്ന് പറയുന്നത് പോലെ ഈ യോനാ പ്രവാചകൻ തിരസ്കരിച്ചു കളഞ്ഞ ദൈവത്തിന്റെ ആലോചന. പക്ഷെ അതിനെ ഈ കപ്പലിലുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി തീർത്തു. പക്ഷെ ഈ യോനാ പ്രവാചകൻ ആയിരിക്കേണ്ട അവസ്ഥയിൽ ആക്കി തീർക്കുവാൻ ദൈവം അവനെ പ്രതിസന്ധിയിലിട്ടു. അവനായിത്തീർന്നപ്പോൾ അതിൽ നിന്ന് വിടുവിച്ചു, പ്രവാചകനെ അയച്ച പ്രവൃത്തി അവിടെ റിസൾട്ട് കണ്ടു.
ഈ പ്രവാചകൻ ഒരു വാക്കേ പറഞ്ഞുള്ളൂ അല്ലേ? അതിന്റെ 4-ാം വാക്യം, നഗരത്തിൽ കിടന്നിട്ട് എന്താ പറഞ്ഞത്? ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലനാശമാകുമെന്ന് കരഞ്ഞു ഘോഷിച്ചു. ഇത്രേ പറഞ്ഞുള്ളൂ. ബാക്കി അവിടുത്തെ രാജാവ് അത് ഏറ്റെടുത്തു, ആ പ്രജകൾ അത് ഏറ്റെടുത്തു, ആ ദേശം മുഴുവനും ഏറ്റെടുത്തു. അവരുടെ പ്രവൃത്തികളാൽ ദൈവത്തിലേക്ക് അവർ തിരിഞ്ഞു എന്നാണ് പറയുന്നത് അല്ലേ? ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ തിരിയാനുള്ളത് തിരിഞ്ഞോളും, കഠിനപ്പെടാനുള്ളവർ കഠിനപ്പെട്ടുകൊള്ളും. പറയുക എന്നുള്ളത് എൻ്റെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ ദൈവം പറയിപ്പിക്കും. അതിൽ ലാഭം ദൈവത്തിനായിരിക്കും, നഷ്ടം നമുക്ക് സംഭവിക്കാം. ഇപ്പൊ പ്രവാചകന്റെ ജീവിതത്തിൽ നഷ്ടം സംഭവിച്ചോ? ഇവിടെ ലാഭനഷ്ട കണക്കൊന്ന് കൂട്ടി നോക്കിയേ. ദൈവത്തിനാണ് ലാഭം, യോനയ്ക്കാണ് ലാഭം. ദൈവത്തിനും ജനത്തിനും പൊതുജനത്തിനുമാണ് ലാഭം. നഷ്ടം എപ്പോഴും സംഭവിച്ചിരിക്കുന്നത് ശുശ്രൂഷകനാണ്. യോന പ്രവാചകനെ ഉള്ള കഷ്ടം മുഴുവൻ അനുഭവിച്ചിരിക്കുന്നത് യോന പ്രവാചകനാണ്. നമ്മൾ ദൈവമക്കളാണ് അല്ലേ? ദൈവം ഒരു കാര്യം പറയുമ്പോൾ അത് ദൈവസ്നേഹത്തിൽ ഏറ്റെടുത്ത് ചെയ്താൽ എനിക്കും നല്ലതാ, കേൾക്കുന്നവർക്കും നല്ലതാ, എല്ലാവർക്കും നല്ലതാ. ഞാനത് കേൾക്കാതെ ദൈവത്തിൻ്റെ വഴി വിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും വരും. പക്ഷെ എന്നിലൂടെ തന്നെ ദൈവം ആ ലാഭം കൊയ്തെടുക്കും. ശിംശോന്റെ ചരിത്രം നമുക്കറിയാമല്ലേ? ശക്തനായൊരു മനുഷ്യൻ, അവൻ ജീവിച്ചിരുന്നപ്പോൾ കൊന്നവരെക്കാൾ കൂടുതൽ ആളുകളെ മരിക്കുന്ന സെക്കൻഡിൽ കൊന്നു കളഞ്ഞു എന്നാണ് പറയുന്നത് വചനം. എന്താ കാര്യം? ഫെലിസ്ത്യർക്കെതിരെയുള്ള ഒരു അഭിഷിക്തനായി ശിംശോനെ ദൈവം നിർത്തി. ഇവൻ ഒരു പെണ്ണിന്റെ പുറകെ പോയി, അവന്റെ കണ്ണിന്റെ കാഴ്ചയും പോയി, അവന്റെ മുടി ആ ശക്തി നഷ്ടപ്പെട്ട് ഫിലിസ്ത്യരുടെ ആ കയ്യിലകപ്പെട്ട് അവൻ ജയിലിൽ കിടന്നുകൊണ്ട് അരിമാവ് കുഴച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ശിംശോൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കും. അവിടെ ധാന്യമാവ് പൊടിക്കുന്ന ജോലിയിലാണ് ശിംശോനെ കൊണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ അവൻ ഉഴുന്നാട്ടിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ശക്തനായ മനുഷ്യൻ, അവന്റെ ശക്തി നഷ്ടപ്പെട്ട്. എന്നാൽ ആ ഫെലിസ്ത്യർ അവര് ഒരു 3000 പേരോളം കൂടി നിൽക്കുന്ന ഒരു കൊട്ടാരത്തിൽ ആ ശിംശോനെ എന്ന് വിളിച്ച് നമുക്ക് കുരങ്ങ് കളിപ്പിക്കാമെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ അഭിഷിക്തനെ കൊണ്ടുവന്ന് കുരങ്ങ് കളിപ്പിക്കുവാനായിട്ട് പിടിച്ചു നിർത്തി. ആ സമയത്ത് ഈ മനുഷ്യൻ പറയുകയാണ്, 2 തൂണുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവാൻ എന്നെ ശക്തീകരിക്കണമേ എന്ന്, ഒരു പ്രാവശ്യം കൂടി എനിക്ക് ശക്തി തരണമേ എന്ന് ദൈവത്തോട് പറയുക. ദൈവം ആ സമയത്ത് അവന് ശക്തി കൊടുത്തു. എന്താ ചെയ്തത്? ആ തൂണുകൾ, തന്നെ കെട്ടിയിട്ടിരിക്കുന്ന തൂണുകൾ വലിച്ചപ്പോൾ ആ 3000 പേരിരിക്കുന്ന ആ കെട്ടിടത്തെ താങ്ങി നിർത്തിയ തൂണ് വലിച്ചിടുവാൻ തക്കവണ്ണം ദൈവം ഒരു വലിയ ശക്തി അവന് കൊടുത്തപ്പോൾ ആ തൂണ് വലിച്ചിട്ടു. 3000 പേരോളം ഈ ശത്രുക്കളും മരിച്ചുപോയി, താനും മരിച്ചുപോയി. പ്രൈസിലുള്ള ലാഭം ആർക്ക് കിട്ടി? ശിംശോന് ലാഭമുണ്ടായോ? ദൈവത്തിന് ലാഭമുണ്ടായോ? അവിടെ ലാഭമുണ്ടായത് ദൈവത്തിനാ. കാരണം ഇസ്രായേലിന്റെ ബദ്ധവൈരികളായ ഫെലിസ്ത്യരെ അവിടെ കൊന്നെടുക്കുവാൻ ദൈവം ഒരു അവസരം നോക്കി നിൽക്കുകയാ. കൃത്യമായി ശിംശോനൊരു മാനസാന്തരം അവിടെ ഉണ്ടാവുകയാ. പക്ഷെ ആ മാനസാന്തരപ്പെട്ടപ്പോൾ താനും മരിച്ചു, ശത്രുക്കളെയും കൊന്നു. അതിൽ ശിംശോന്റെ ലാഭമുണ്ടായോ? ദൈവം ലാഭം കൊയ്യും. നിനക്ക് ഞാൻ തന്ന താലന്ത് പലിശ കൊടുക്കുന്നവരുടെ അടുക്കൽ കൊടുത്തുവെങ്കിൽ ഞാൻ മുതലും പലിശയും ചേർത്ത് ഞാൻ വാങ്ങിയാലില്ലേ എന്ന് താലന്തിന്റെ ഉപമയിൽ കർത്താവ് പറയുന്നുണ്ടല്ലേ. നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചാലുണ്ടല്ലോ, ദൈവം നല്ല കൊള്ള പലിശക്കാരന്റെ സ്വഭാവമുള്ളവനാ. തെറ്റിദ്ധരിക്കരുത്. സമ്പത്തുണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞത്. ദൈവം നമുക്ക് സംസാരിക്കാൻ ഒരു കഴിവ് നൽകിയെങ്കിൽ, 10 പേരുടെ സുവിശേഷം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം അത് 1000 പേരോട് പറയുവാനാ ദൈവം ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തന്ന കൃപയെ മാക്സിമം പലിശ സഹിതം ആത്മാക്കളെ നേടിയെടുക്കുന്ന കർത്താവിന്റെ സ്വഭാവമാണ് കർത്താവിനുള്ളത്. ഒരു കൊള്ള പലിശക്കാരന്റെ സ്വഭാവം ആത്മാക്കളെ നേടുന്ന വിഷയത്തിൽ. അപ്പോൾ ഞാൻ അതിനോട് ചേർന്ന് നിന്നാൽ എനിക്ക് നന്മയാണ്. പക്ഷേ ഞാൻ എൻ്റെ കൃപ നഷ്ടപ്പെടുത്തി, എന്തിൻ്റെങ്കിലും പുറകെ പോയി, കണ്ണ് നഷ്ടപ്പെട്ട്, മുടി നഷ്ടപ്പെട്ട്, ശക്തി നഷ്ടപ്പെട്ട് അന്യദേശത്ത് പോയി മാവാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നഷ്ടം മുഴുവനും പ്രവാചകന്മാർക്കാണ്, ദൈവത്തിന്റെ അഭിഷിക്തർക്കാണ്. പക്ഷേ ദൈവം അവിടെ ലാഭം കൊയ്തെടുക്കുന്ന ദൈവമാണ്. മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം മനസ്സിലായോ? ഇവിടെ ഇതാ ഒരു പാഠം ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ആത്മാവിൽ എരിവുള്ളവരായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി ചെയ്യണമെന്ന് പൗലോസ് ഉപദേശിക്കുന്നതിന്റെ വെളിച്ചത്തിലാ. നമുക്കുള്ള കിരീടം മറ്റൊരുവരെടുക്കാതിരിക്കാൻ സൂക്ഷിക്കണം. എനിക്ക് ദൈവം തന്നെ നീട്ടുന്നത് നമ്മുടെ അനാസ്ഥ കൊണ്ട് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് വേറെ ആരെങ്കിലും വന്നെടുക്കാൻ അനുവദിക്കരുത്. എനിക്കുള്ളത് ഓട്ടക്കളത്തിൽ ഓടുന്നവൻ അത് വിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടണം.
അപ്പോൾ പറയുകയാണ്, ഓട്ടക്കളത്തിലോടുന്നവർ ഒരു കായിക അഭ്യാസി, അവൻ ചില കാര്യങ്ങൾ വർജിക്കേണ്ട ആവശ്യം വരും. ചെണ്ടപ്പുറത്ത് കോല് വെക്കുന്നിടത്തൊക്കെ ഓടാൻ നമുക്ക് കഴിയുന്നു വരികയില്ല, കുറെയൊക്കെ മാറ്റിക്കളയേണ്ടി വരും. കാരണം എന്താ? നമുക്കൊരു ഓട്ടം ദൈവം വെച്ചിട്ടുണ്ട്. ആ ഓട്ടം ഓടി തീർക്കുമ്പോൾ തനിക്കായി വെച്ചിരിക്കുന്ന നീതിയുടെ കിരീടം, ആ കിരീടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓടുന്നത്. വാടാത്തൊരു കിരീടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓടുന്നത്. ഈ ലോകത്തിലുള്ള ഓട്ടക്കാരോടുന്നതോ വാടുന്ന കിരീടത്തിന് വേണ്ടി, അല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ദൈവം മനോഹരമായി ക്രമീകരിച്ചു. ഞാൻ അവസാന ഭാഗത്തേക്ക് വരികയാണ്. മനോഹരമായി ദൈവം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയും കൃത്യമായി ചെയ്യുകയാണ്. പ്രവാചകൻ ഒരു അർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടവനാണ്. എന്നാൽ ദൈവത്തിന്റെ ഈ വാക്ക് കേട്ട് 1,20,000 പരം മനുഷ്യർ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് കടന്നു വന്ന ദൈവം അവരുടെ ശിക്ഷ മാറ്റിക്കളഞ്ഞപ്പോൾ ഈ പ്രവാചകന് അതത്ര അങ്ങോട്ട് പിടിച്ചില്ല. കാരണം പ്രവാചകൻ എന്താ പ്രവചിച്ചത്? 40 ദിവസത്തിനകം നിങ്ങളെല്ലാവരും നശിച്ചു പോകുമെന്നാണ് പ്രവചിച്ചത്. 40 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെ ഇരട്ടി ശക്തിയോടുകൂടി ഈ ദൈവജനം, ഈ അന്യജാതിയിൽപ്പെട്ട ജനങ്ങള് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചു വരുന്നു. അപ്പോൾ പ്രവാചകന്റെ മാർക്കറ്റ് ഇടിയുന്നൊരു പ്രവൃത്തിയല്ലേ ദൈവം ചെയ്തത്? പ്രവാചകൻ എന്താ പറഞ്ഞത്? നിങ്ങൾ ഇപ്പൊ നശിച്ചു പോകുമെന്ന് പറഞ്ഞത്. അപ്പൊ പ്രവാചകന്റെ വാക്ക് അവിടെ നിവർത്തിക്കണം, അവിടെ നശിച്ചു പോകണം. ഇത് കാണാനോ യോന നിൽക്കുന്നത്. പക്ഷെ ദൈവം എന്താ ചെയ്തത്? അവരെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. ചേടാ, ഒരു പാപി മാനസാന്തരപ്പെട്ടപ്പോൾ ഈ ദേശത്തോട് നമ്മൾ സുവിശേഷം പറയുമ്പോൾ അടുത്ത ആഴ്ച ഒരു 100 പേര് വരുമ്പോൾ ഞാൻ ചിന്തിക്കണം, ചേടാ ഇത് വലിയ ശല്യമായില്ലോ, 100 പേര് മാനസാന്തരപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ചാലുള്ള മനോഭാവം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്ട് അതുപോലെയാണ് ഇപ്പൊ യോന പറയുന്നത്. യോന ഒരൊറ്റ വാക്ക്, ഒറ്റ സെന്റൻസേ പറഞ്ഞുള്ളൂ, ഒരൊറ്റ വാക്യം. ഞാനിവിടെ 2 വർഷമായി നിന്ന് പ്രസംഗിക്കുന്നു. ഇവിടെ 10, 20, 25 പേരേ ഉള്ളൂ അല്ലേ മൊത്തത്തില്. യോനയുടെ ഒരു വാക്ക് 1,20,000 പരം ജനങ്ങൾ മാനസാന്തരപ്പെട്ട് വരികയാണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ ഈ പുള്ളിക്കാരൻ അത്രയാണ് സുഖിച്ചില്ല. ഇദ്ദേഹം പറയാണ് കേട്ടോ, യോനയ്ക്ക് അത് അത്യന്തം അനിഷ്ടമായി. അവനൊരു കോപം വന്നു. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തോട് വളരെ കോപത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ ഇവിടെ ആലയത്തിൽ ഒരു മനുഷ്യൻ കടന്നു വന്നാൽ, ദൈവമേ ഒരാളെങ്കിലും ഈ സുവിശേഷം കേട്ട് കടന്നു വന്നല്ലോ എന്ന് പറഞ്ഞ് നന്ദിയല്ല പറയുകയുള്ളൂ. യോന നന്ദിയൊന്നല്ല പറഞ്ഞത്. ദൈവസന്നിധിയിൽ പോയിട്ട് ദൈവത്തെ 4 ചീത്തയെ വിളിക്കുന്നത്. ദൈവമേ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഞാൻ വെല്ല വഴിക്ക് പോയതല്ലേ, ഞാൻ നിനവേലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ തർശീസിലേക്ക് പോയതല്ലേ, എനിക്ക് ടിക്കറ്റൊക്കെ കിട്ടിയതല്ലേ, എന്നെ കടലിൽ തള്ളിയിട്ട് മത്സ്യത്തിന്റെ വയറ്റിൽ വിട്ട് എന്നെ ആകെ പ്രയാസപ്പെടുത്തി ഇവിടെ വന്ന് പ്രസംഗിച്ചത്. ഇവരെല്ലാവരും മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നു. എനിക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായോ? എനിക്കല്ലെങ്കിലും അങ്ങയെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അങ്ങ് മഹാകരുണയുള്ള ദൈവമാണ്, അങ്ങ് കരുണ കാണിക്കുന്നവനാണ്, അങ്ങ് മനസ്സിലുള്ളവനാണ്. യോന ദൈവത്തോട് അങ്ങോട്ട് തട്ടിക്കയറുകയാണ്. ഞാനത് എൻ്റെ ഭാഷയിൽ പറയുകയാണ്. ഞാനായിരുന്നു യോനയുടെ സ്ഥാനത്തെങ്കിൽ പറയുന്ന ഒരു ടോൺ അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ലേ, എന്നെ ഈ പണിക്ക് വിളിക്കണ്ട, എനിക്ക് അങ്ങയെക്കുറിച്ച് അങ്ങനെയെങ്കിലും അറിയാം. ഞാൻ ഈ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും രക്ഷപ്പെടാനുള്ളൂ, രക്ഷപ്പെട്ടോളൂ അല്ലേ? നമ്മുടെ സഭാവിശ്വാസികളുടെ ചില മനോഭാവം അങ്ങനെയൊക്കെ തന്നെയാ അല്ലേ? ഓ, ഇനി നമ്മൾ പോയി സുവിശേഷം പറഞ്ഞിട്ടാണോ അവരൊക്കെ രക്ഷിക്കപ്പെടാൻ? ദൈവത്തിന് അറിയാൻ പാടില്ല അവരുടെ കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പൊ ഈ യോനാ പ്രവാചകന്റെ മനോഭാവം ഉണ്ടെങ്കിൽ ദൈവം അടുത്തൊരു പൊടിക്കൈ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിച്ചു എന്നാ പറയുന്നത്. അയ്യോ എന്ന് നിലവിളിച്ചു എന്നാ പറയുന്നത്. ആ നിലവിളി കൊണ്ട് ഒരല്പം മാനസാന്തരമേ ഉണ്ടായുള്ളൂ. അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന യോന ഈ മാനസാന്തര പ്രസംഗം പ്രസംഗിച്ച് മാനസാന്തരപ്പെട്ടപ്പോൾ അവൻ അത്രയും ദഹിച്ചില്ല. എന്നിട്ട് പറയുകയാണ്, ഇവിടെ 3-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തോട് ഈ പരാതി മുഴുവനും പറഞ്ഞിട്ട് യോന പറയുകയാണ്, എന്നെ അങ്ങോട്ട് എടുത്താൽ മതിയേ, എന്നെ അങ്ങോട്ട് കൊല്ലാനാ പറയണം. അപ്പോഴും ഈ പ്രവാചകൻ ഇത്രയും വലിയൊരു പ്രവൃത്തി ചെയ്തിട്ട് അതിന്റെ 4-ാം വാക്യത്തിൽ പറയാണ്, ആകയാൽ യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. നേരത്തെ കടലിൽ ക്ഷോഭമുണ്ടായപ്പോൾ എന്താ പറഞ്ഞത്? എന്നെ അങ്ങനെ എടുത്ത് കടലിലിട്ടേക്ക്. അപ്പോഴും അദ്ദേഹത്തിന് മരിക്കാനാണ് താല്പര്യം. ഈ നിനവെ നിവാസികൾ മുഴുവനും മാനസാന്തരപ്പെട്ടിട്ടും തൻ്റെ പ്രവചനം പ്രവചിച്ചിട്ടും ഈ കാര്യങ്ങളൊക്കെ തൻ്റെ ഇഷ്ടത്തിന് വരാതായപ്പോൾ പറയുകയാണ്, എന്നെ അങ്ങോട്ട് കൊന്നേക്ക് അല്ലേ? പല പ്രവാചകന്മാരും ശക്തരായ ദേവദാസന്മാരും ഒക്കെ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പരിധിയിൽ കൂടുതൽ പ്രയാസം വരുമ്പോൾ മതി കർത്താവേ മതി, എന്നെ അങ്ങോട്ട് കൊന്നെടുത്തോ. മോശ പറഞ്ഞിട്ടുണ്ട്, ഏലിയാവ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ യോനയും പറയുക, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പലരും ആ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സ്വാഭാവികമാണ്. ദൈവത്തിന് അറിയാം, എത്ര വലിയ ശക്തരായാലും ആകാശത്ത് നിന്ന് തീ ഇറക്കി കാണിക്കൊടുന്ന മനുഷ്യരായാലും ചെങ്കടൽ പിളർത്തിയ മനുഷ്യരായാലും ചില സാഹചര്യത്തിന് മുന്നിൽ എന്നെ അങ്ങനെ എടുക്കണമേ എന്ന് പറയുന്നൊരു സ്വഭാവം മനുഷ്യ സഹജമാണെന്ന് ദൈവത്തിന് അറിയാം. അപ്പോൾ എന്താ അവിടെ ചെയ്തത്? ദൈവം ഒന്നേ ചോദിച്ചോളൂ, യോനെ നീ കോപിക്കുന്നത് നിനക്ക് വിഹിതമാണോ?
നീ ഇപ്പോൾ കോപിക്കേണ്ടവനാണോ? ഇപ്പോൾ നീ കോപിക്കുകയാണോ ചെയ്യേണ്ടത് എന്നൊരു വാക്ക് ദൈവം ചോദിക്കുക. അനന്തരം യോന നഗരം വിട്ട് നഗരത്തിന്റെ കിഴക്ക് വശത്തിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കും എന്ന് കാണുമ്പോഴും അതിന് കീഴെ തണലിൽ പാർത്തു. യോനയെ അവന്റെ സകല സങ്കടത്തിൽ നിന്നും വിടിവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അപ്പോൾ ഇത്രയൊക്കെ ഈ യോന ചെയ്തല്ലോ. യോനയുടെ മനോഭാവം ദൈവത്തിന് മനസ്സിലായി. ദൈവം ഇവിടെ കോപപ്പെടുന്നില്ല കേട്ടോ. ദൈവത്തിൻ്റെ ഒരു സവിശേഷ സ്വഭാവം നമുക്കിവിടെ കാണാൻ കഴിയുകയാണ്. നമ്മൾ ചില സാഹചര്യത്തിൽ പൊട്ടിത്തെറിക്കും. ദൈവസന്നിധിയിൽ പോയി ഇന്ന് വരെ പൊട്ടിത്തെറിക്കേണ്ട ഒരു അവസ്ഥ ദൈവം എനിക്ക് വരുത്തിയിട്ടില്ല, ഞാൻ പൊട്ടിത്തെറിച്ചിട്ടില്ല. പക്ഷെ പല വ്യക്തി ജീവിതങ്ങളും പൊട്ടിത്തെറിച്ചിട്ടുണ്ടല്ലേ, അല്ലേ? ഇപ്പൊ യോന പൊട്ടിത്തെറിക്കുകയാണ്. പക്ഷെ ഈ പൊട്ടിത്തെറിക്കുമ്പോൾ അവിടെ പറയുന്നൊരു വാക്ക് കേട്ടോ, 6-ാമത്തെ വാക്യത്തില് യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കുക. അപ്പൊ യോനയ്ക്ക് സങ്കടമായി എന്ന് ദൈവത്തിന് അറിയാം, അല്ലേ? നമ്മുടെ ആരെങ്കിലും നമ്മളോട് തട്ടിക്കേറിയാൽ നമ്മൾ തിരിച്ച് തട്ടിക്കേറും, അല്ലേ? പക്ഷെ യോന ദൈവത്തോട് തട്ടിക്കേറി ഞങ്ങി എന്നെ കൊന്നു കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പോലും യോനെ, നീ കോപിക്കുന്നത് നിനക്ക് വിഹിതമാണോ? നീ ഇത് കോപിക്കേണ്ട കാര്യമുണ്ടോ? നീ ഒന്ന് പിന്തിരിഞ്ഞു നോക്കിയേ. ഇത്രയും ആളുകൾ രക്ഷപ്പെട്ടില്ലേ, മാനസാന്തരപ്പെട്ടില്ലേ? അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നുള്ളൊരു ധ്വനി ദൈവത്തിൻ്റെ ഈ വാക്കിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. എന്നാൽ യോനയ്ക്ക് വളരെ സങ്കടമായെന്നും അവൻ്റെ മാനസിക നില ദൈവം കാണുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? അവന് ആശ്വാസം കൊടുക്കുവാൻ വേണ്ടി ഒരു തണലിന് വേണ്ടി ഒരു ചെടി മുളപ്പിച്ചു. പെട്ടെന്നൊരു ചെടി മുളച്ച്, ആ ചെടി മുളച്ച് വന്നു കഴിഞ്ഞപ്പോൾ യോനയ്ക്ക് വളരെ സന്തോഷമായി, ഒരു തണലായി, അതിൻ്റെ തണലിൽ ഇരിക്കുക. അപ്പൊ താൽക്കാലികമായ ഒരു തണുപ്പിക്കൽ ദൈവം കൊടുത്തു. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലാം കൈവിട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ അന്നാ നീ പോണ വഴിക്ക് പോ എന്ന് പറഞ്ഞ് ദൈവം തള്ളിവിടുകയില്ല. ഒരു അപ്പൻ്റെ മനോഭാവം അവിടെ കാണിക്കും. യോന പൊട്ടിത്തെറിച്ച് ചാവാൻ കൊതിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവം അവന്റെ അടുക്കൽ പോയിട്ട് അവനോട് വളരെ മൃദുവായി സംസാരിച്ച് അവന് താൽക്കാലികമായ ഒരു ആശ്വാസം കൊടുത്തു. ഈ ആശ്വാസം കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യത്തിൽ എവിടെന്നെങ്കിലും ഒരു ആശ്വാസം കടന്നു വരും, അല്ലേ ഫ്രണ്ട്സ്? ബ്രദറെ, ഒരു മാസത്തോളം ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ പ്രിൻസ് ബ്രദറിനുണ്ടായി. ഇന്നലെ വളരെ സന്തോഷത്തോടെ എന്നെ വിളിച്ചിരിക്കുക. വളരെ നിരാശയുടെ അനുഭവത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഒരു കമ്പനി സൂപ്പർവൈസറായിട്ട് വിളിച്ച് ജോലി കൊടുക്കുവാൻ റെഡിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇങ്ങനെ തന്നെ യോനയുടെ ജീവിതത്തിലും ആ പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ആശ്വാസം കൊടുക്കുക. യോനയ്ക്ക് വളരെ ആശ്വാസമായി. യോനയുടെ ഹൃദയം തണുത്തു. യോനയ്ക്ക് ആശ്വാസം കിട്ടിയപ്പോഴും ദൈവത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം മുകളിൽ നിൽക്കുക. ഈ പ്രവാചകൻ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ലല്ലോ, അല്ലേ? ഇവനാക്കി തീർക്കേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് ദൈവം ഇവനെ കൊണ്ടുവരണം. കാരണം എന്താ? നിനവയോട് പ്രസംഗിച്ച് മാനസാന്തരപ്പെട്ടതിൽ ഇദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഒരു ജനം മാനസാന്തരപ്പെടുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞല്ലേ, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് ഓർത്ത് നിങ്ങൾ സന്തോഷിക്കണം. തന്നെയുമല്ല, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ ഏറ്റവും സന്തോഷമുണ്ടാകും, അല്ലെ? ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗത്തിൽ ദൂതന്മാർ സന്തോഷിക്കുന്നുവെങ്കിൽ നമുക്ക് എത്രത്തോളം സന്തോഷമുണ്ടാകണം. പക്ഷെ യോന പ്രവാചകന് ആ സന്തോഷവും ദൈവകൃപയും ഇല്ലാതിരിക്കുക. അപ്പൊ അതിലേക്ക് ദൈവം ആക്കി തീർക്കണ്ടേ യോനയെ? ഈ ദൈവം സന്തോഷിക്കുന്ന സന്തോഷത്തിലേക്ക് ഈ യോനയെ പിടിച്ചു കൊണ്ടുവരണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ചെറിയൊരു സന്തോഷം ഇട്ടുകൊടുത്തു ജീവിതത്തിലേക്ക്. അപ്പോൾ യോനയ്ക്ക് വളരെ തണുപ്പായി, സന്തോഷമായി, അതിന്റെ തണലിൽ ഇങ്ങനെ ഇരിക്കുക. പിറ്റേ ദിവസം ദൈവം എന്ത് ചെയ്തു? ഒരു പുഴുവിനെ അങ്ങോട്ട് അയക്കുകയാ. ഈ ചെടിയിൽ വന്നൊരു കുത്തുകയാ. അപ്പൊ ഈ ചെടി ഒന്ന് വാടി. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം വെയിലുദിച്ചു കഴിഞ്ഞപ്പോൾ ആ ചെടി അങ്ങോട്ട് ഉണങ്ങി പോവുകയാ. ചേടാ, നമ്മുടെ ജീവിതത്തിലും ഇന്നലെ നല്ലൊരു സന്തോഷം കൊണ്ട് തന്നു, ഇന്നൊരു പുഴുവിനെ അഴിച്ച് അത് തുറന്നു കളഞ്ഞ് ആ സന്തോഷം തല്ലിക്കെടുത്തി, അല്ലേ? ഇന്നലെ രാത്രി വളരെ ഭംഗിയായിട്ട് ആഹാരമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരുന്നതാ. നേരം വെളുക്കാൻ നിന്നില്ല. രാവിലെ നോക്കിയപ്പോൾ വീട്ടിൽ കുടുംബ പ്രശ്നങ്ങൾ ഒഴിയുന്നില്ല, അല്ലേ? അപ്പോൾ സന്തോഷം ഇന്നലെ തന്നത് ദൈവമാണ്, ഇന്ന് പുഴുവിനെ അഴിച്ച് ഇത് കുത്തിച്ച് കളഞ്ഞത് ദൈവമാണ്, അല്ലേ? ഈ ഒരു സന്ദർഭത്തില് യോനയ്ക്ക് വളരെ പ്രയാസമായി. 9-ാം വാക്യം പറയുകയാണ്, ദൈവം യോനയോട് നീ ആവണക്ക് നിമിത്തം, ഈ ചെടി നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് യോന വീണ്ടും പറയുകയാണ്, വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ പാവം തോന്നുന്നുവല്ലോ. ദൈവം പറയുക, നീ അധ്വാനിച്ചിട്ട് കിട്ടിയതല്ല, നീ ഒന്നും ചെയ്തിട്ടുമില്ല. നിന്റെ അടുത്തൊരു ചെടി മുളച്ചു വന്നു, അത് നിനക്ക് തണലായി തീർന്നു. ഒരു പുഴു വന്ന് അതിനെ തിന്നു കളഞ്ഞു. വെയിലടിച്ചപ്പോൾ അത് ഉണങ്ങിപ്പോയി, കാറ്റടിച്ചപ്പോൾ അത് പറന്നുപോയി. നീ അതിനു വേണ്ടി ഒന്നും ചെയ്തില്ല. എന്നിട്ട്
നിനക്കതിനോട് അയ്യോ അത് ഉണങ്ങിപ്പോയല്ലോ എന്നുള്ള ഭാവമോ? പ്രൈസ് ദി ലോർഡ്. ദൈവം ആ പ്രവാചകന്റെ മാനസികാവസ്ഥയെ ചോദിക്കുകയാണ്. ഒന്നുമില്ലാതൊരു ചെടി മുളച്ചു വന്നത് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ അവന് സഹിക്കാൻ പറ്റണില്ല. അയ്യോ മുളച്ചു വന്നത് അങ്ങ് നശിച്ചുപോയേ നമ്മൾ കരയുകയാണ്. അപ്പോ ദൈവം ചോദിക്കുകയാണ്, നീ അധ്വാനിക്കാതെ ഉണ്ടായത് നശിച്ചു പോയപ്പോൾ നിനക്കൊരു ദുഃഖമുണ്ടല്ലേ? എങ്കിൽ ദൈവം അടുത്തൊരു വാക്യം പറയുകയാണ്, അവസാന വാക്യം വായിക്കുകയാണ്. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ അറിഞ്ഞുകൂടാത്ത 1,20,000 പരം ചില്ലുവാനും മനുഷ്യർ അനേകം മൃഗങ്ങളുള്ള ഈ മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ പാപം തോന്നരുതോ എന്ന് ചോദിച്ചു. ദൈവം ചോദിക്കുക, ഇടം കൈയും വലം കൈയും തിരിച്ചറിയാത്ത ജനം, ദൈവമാണെന്നോ ദേവനാണെന്നോ അറിയാത്ത ജനം, തങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ തോന്നിയ കാര്യങ്ങൾ ചെയ്ത് അവർ അധാർമികമായ ജീവിതം നയിക്കുമ്പോൾ ദൈവത്തിന്റെ സന്ദേശം അയച്ച് ഇവർ മടങ്ങി വരണമെന്ന് എനിക്ക് ആഗ്രഹമില്ലേ? ഇവർ രക്ഷിക്കപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവരെ കുറിച്ച് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വേദനയില്ലേ പ്രവാചക? നീ അധ്വാനിക്കുക പോലും ചെയ്യാതെ ഒരു ചെടി, അതും 2 ദിവസം കഴിഞ്ഞാൽ ഇവിടുന്ന് യാത്ര പുറപ്പെടേണ്ടത് എവരെയാണ്? അവന് താൽക്കാലികമായി കണ്ടപ്പോൾ ഒരു കൗതുകവും ഒരു സന്തോഷവും തോന്നി. ഒരു ചെടി. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയല്ലേ? ചില ചെടികൾ ദൈവം മുളപ്പിച്ചു തരും. അത് വളരെ ആശ്വാസവും സന്തോഷവും ഒക്കെ തരും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം തല്ലിക്കൊഴിച്ച് കളയും, പുഴുവിനെ അയക്കും. ഞാൻ പ്രത്യേകമായി ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഈ യോനയുടെ പ്രവാചക പുസ്തകത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളെ വായിച്ചപ്പോൾ ദൈവവും യോനയും തമ്മിലുള്ള ഇടപാട് മാത്രമേ ഉള്ളൂ. മൂന്നാമതൊരു പേഴ്സണെ ഇതിനകത്ത് കയറ്റുന്നില്ല. സാത്താന് പോലും ഇതിനിടയിൽ ഒരു റോളും ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. പിശാചുണ്ടല്ലോ, അവനിവിടെ യാതൊരു റോളുമില്ല. പക്ഷെ ഇവന് റോളുള്ള ചില വശങ്ങളുണ്ട്. അത് മറ്റുള്ള പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഇയ്യോബിന്റെ ജീവിതം പഠിച്ചാൽ കാണാം. അവനെ സാത്താനെ ഏൽപ്പിച്ചു കൊടുത്തു, അവനെ അങ്ങനെയാണ് നന്നാക്കിയെടുത്തത്. പക്ഷെ ഇവിടെ യോനയ്ക്ക് സാത്താനെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല. ദൈവം തന്നെ കാറ്റും കോളും ഉണ്ടാക്കുന്നു, കടലിലേക്ക് എറിയുന്നു, മത്സ്യത്തെ കൊണ്ടുവരുന്നു, വിഴുകുന്നു, ഛർദ്ദിച്ചിടുന്നു, പ്രവചിക്കാൻ 2ാം പ്രാവശ്യം അരുളപ്പാട് കൊടുക്കുന്നു, പ്രവചിക്കുന്നു. അപ്പോഴും പ്രവാചകന് തൃപ്തിയില്ല. അപ്പോൾ ഇത് അവർ ചെടി മുളപ്പിക്കുന്നു, പുഴുവിനെ അയക്കുന്നു, അത് കുത്തുന്നു, വാട്ടുന്നു, ഉണക്കുന്നു, പറത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവത്തിനൊരു ചോദ്യവും ചോദിക്കുകയാണ്. എനിക്ക് ഈ ജനത്തെക്കുറിച്ച് ഉള്ള ആത്മഭാരം, ഈ ചെടിയെക്കുറിച്ചുള്ള ആത്മഭാരം പോലും നിനക്കെന്തേ ഈ മനുഷ്യരോടില്ലാത്തത് എന്ന് ദൈവം അവിടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ യോന പഠിക്കേണ്ട വിധത്തിലൊക്കെ പഠിച്ചോ? പറഞ്ഞ വഴിക്ക് പോകാതെ വന്നപ്പോൾ പറഞ്ഞ വഴിക്ക് പോകുവാൻ വേണ്ടി ദൈവം പുറകെ നിന്ന് ഒരു ശിക്ഷാവിധി, ഒരു ശിക്ഷണം. ഇത് കഴിഞ്ഞ് പോയ വഴി സുവിശേഷം പറഞ്ഞ് മാനസാന്തരപ്പെട്ടപ്പോൾ ഒരു തൃപ്തിയില്ലായ്മ, അതിന് ദൈവം അടുത്തൊരു ട്രെയിനിങ്, ബാലശിക്ഷ. ഇതെല്ലാം കൊടുത്തപ്പോൾ ഈ യോന യഥാർത്ഥമായൊരു പ്രവാചകനായി മാറുവാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുമ്പോൾ അതൊക്കെ പോയി പറയുവാനും, അല്ലെങ്കിൽ ഈ മനുഷ്യർ നഷ്ടപ്പെട്ട് കിടക്കുന്നതിനെ കുറിച്ചുള്ള ആ ദൈവത്തിൻ്റെ ആത്മഭാരം ഈ യോനയിലേക്ക് പകരപ്പെടുവാനൊക്കെ ഇത് കാരണമായി തീർന്നു. അപ്പോൾ ഒരു വർഷക്കാലം ദൈവം നമ്മെ നൽകി. ഈ വർഷത്തെ അവസാനത്തെ ഞായറാഴ്ച നമ്മളും ഈ സമാനമായിട്ടുള്ള അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയവരാണ്. ദൈവം എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ചിലതൊക്കെ യോനയെ പോലെ തള്ളിക്കളഞ്ഞ് തർശീശിലേക്ക് പോകുവാൻ ടിക്കറ്റ് എടുത്തു. എന്നാൽ അവിടെയൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായി, പ്രതികൂലമുണ്ടായി. അതിനൊടുവിൽ ദൈവം ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് വീണ്ടും ദൈവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ചില അടുത്ത ട്രെയിനിങ്ങിന് വേണ്ടി വിധേയപ്പെടുത്തുവാൻ വേണ്ടി ചില അടുത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യോന പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട സന്ദേശം എന്താണ്? ഒരു പുതുവത്സരത്തെ കർത്താവ് അനുവദിച്ചാൽ, ഇനി അധികം താമസമൊന്നുമില്ല, നമ്മുടെ കർത്താവ് വരിക തന്നെ ചെയ്യും. എന്നാൽ ഇനിയും സമയം അനുവദിച്ചാൽ 2025 കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചാൽ, യോനയെ പോലെ ഉപ്പുവെള്ളം കുടിക്കാതിരിക്കുവാനും, മീൻ്റെ വയറ്റിൽ കിടന്ന് നിലവിളിച്ച് കരയേണ്ട ആവശ്യമില്ലാതിരിക്കുവാനും, അല്ലെങ്കിൽ അതൃപ്തിയോടുകൂടി കരഞ്ഞ് അയ്യോ ഇനി എന്നെ കൊന്നാൽ മതി എന്ന് പറയുവാനും, യോനയുടെ ആ നെഗറ്റീവ് വശങ്ങളെ നമുക്ക് ദൈവം ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക, ഇതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. അല്ലെ, യഹൂദന്റെ പരാജയം ജാതികൾക്ക് രക്ഷയായി, അത് ശരിയാ. യോനയുടെ പരാജയം കപ്പലിലുള്ളവർക്കും ഒക്കെ രക്ഷയായി. പക്ഷെ യഹൂദന്റെ യഥാസ്ഥാപനം, മരിച്ചവരുടെ നിന്നുള്ള ഉയർപ്പല്ലാതെ എന്ത്? അനുസരണക്കേട് കാണിച്ചത് തന്നെ അനേകരുടെ രക്ഷയ്ക്കായെങ്കിൽ, അനുസരണം കാണിക്കുന്നതോ അതിലും അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു രക്ഷയിലേക്ക് മനുഷ്യരെ കൊണ്ടുവരികയില്ലേ? അതുകൊണ്ട് അനുസരണക്കേട് കാണിച്ച് കിട്ടേണ്ട അടി കിട്ടിയിട്ട് നന്നാവണോ? പൗലോസ് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് സൗമ്യനായി വരണോ അതോ വടിയുമായി വരണമോ?
ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? അതുകൊണ്ടാണ് ഒരു പുതുവത്സരം നമുക്ക് കിട്ടുമ്പോൾ തല്ലിയേ ഞാൻ നന്നാവൂ എന്നുള്ളൊരു ചിന്ത മാറ്റിയിട്ട് ദൈവമേ, ഈ യോനാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവം വരളിച്ചത് വചനങ്ങളെ, വാക്കുകളെ ഏറ്റെടുത്ത് ദൈവം എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യുവാനുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടായിരിക്കണം. ദൈവം ഒരു സംവത്സരം കൂടി നമുക്ക് തരിക, നമ്മുടെ കൊമ്പുകളെയൊക്കെ മുറിച്ചു കളയുക. അല്ലെ, യോനയുടെ ജീവിതത്തിലുണ്ടായ ചില കൊമ്പുകളെയൊക്കെ മുറിച്ചു കളഞ്ഞു. ഫലം കായ്ക്കാത്ത കൊമ്പുകളെയൊക്കെ മുറിച്ചു കളഞ്ഞിട്ട് ഫലം കായ്ക്കുവാൻ യോനയ്ക്ക് ഒരു സമയം കൊടുത്തതുപോലെ ഇവിടെ പറയുകയാണ്, 2ാം പ്രാവശ്യം യോനയോട് ദൈവം അരുളി ചെയ്തത് എന്തെന്നാൽ, ഒന്നാമത് പറഞ്ഞത് കേട്ടില്ല, 2ാമത് പറയുമ്പോൾ യോന കേട്ടു, അപ്പോഴും ശരിയായില്ല, 3ാമതൊരു അനുഭവം ദൈവം കൊടുത്തു. ഇങ്ങനെ പല നിലകളിൽ ദൈവം നമ്മെ ഈ യോനയെ നടത്തിയതുപോലെ നടത്തുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ബുദ്ധി പഠിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വർഷം നമുക്ക് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവ ശബ്ദം കേട്ട് അതനുസരിച്ച് ചെയ്യുവാൻ നമുക്ക് ഇടയുണ്ടാകണം. നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ 3:7-8 വാക്യത്തിൽ പറയുകയാണ്, കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു. അപ്പൊ കഷ്ടത കാണുന്നൊരു ദൈവമുണ്ട്, നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. അപ്പോൾ തന്നെ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോൾ സക്കറിയ പ്രവാചകനും പുരോഹിതനുമായ സക്കറിയ പറഞ്ഞു, അപ്പോൾ തന്നെ ജനങ്ങളും പറഞ്ഞു. ലൂക്കാസ് സുവിശേഷം 1:79, 7:16, ദൈവം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു, ദൈവം തന്നെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. തക്ക സമയത്ത് ദൈവം സന്ദർശിക്കുന്നത് മനസ്സിലാക്കുവാൻ ആ തലമുറയ്ക്ക് കഴിഞ്ഞു. അല്ലെ, ഞാൻ നിങ്ങളുടെ നിലവിളി കേട്ടു, നിങ്ങളുടെ വിഷമം ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ നിങ്ങളെ വിടുവിക്കാൻ വന്നിരിക്കുന്നു. ദൈവശബ്ദം കേൾപ്പിക്കുകയാണ്. അല്ലെ, ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ പറയുകയാണ്, ദൈവം തന്നെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. എന്നാൽ ലോകം മുഴുവനുമുള്ള സകല മനുഷ്യർക്കുമുള്ള രക്ഷാകര ദൈവകൃപ ഉദിപ്പിച്ചിട്ട് ദൈവം എന്താ പറഞ്ഞത്? തീത്തോസ് എഴുതിയ ലേഖനം അതിന്റെ 2:11 വാക്യത്തിൽ പറയുകയാണ്, സകല മനുഷ്യർക്കുമുള്ള രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഞാൻ ഈ 3 കാര്യങ്ങൾ എന്തിനാ പറഞ്ഞതെന്ന് അറിയാമോ? അങ്ങ് ഈജിപ്തിൽ കിടന്ന ജനത്തോട് ദൈവം ഇടപെട്ടു. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു പിറന്നപ്പോൾ ആ സമൂഹത്തോട് ദൈവം ഇടപെട്ടു. അന്ത്യകാലത്തിന്റെ അവസാന സമയങ്ങളിൽ നമ്മൾ നിൽക്കുമ്പോൾ സകല മനുഷ്യർക്കുമുള്ള ദൈവകൃപ ഉദിപ്പിച്ചുകൊണ്ട് ദൈവം നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. അന്ന് ഈജിപ്തിൽ ദൈവത്തിന്റെ വാക്ക് കേട്ടവർക്ക് രക്ഷയായി തീർന്നു. കർത്താവ് വന്നപ്പോൾ സകല മാനവകുലത്തിനുമുള്ള രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് ശിമയോനടക്കം പറയുമ്പോൾ അത് കണ്ടും കേട്ടും വിശ്വസിച്ചവർക്ക് രക്ഷയായി തീർന്നു. ഇവിടെ ഇതാ സകല മാനവകുലത്തിനും വേണ്ടിയുള്ള ഒരു രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. അത് നമ്മൾ കേട്ട് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നുവെങ്കിൽ നമുക്കും രക്ഷയാ. ദൈവം കാലാകാലങ്ങളിൽ ഇടപെടുമ്പോൾ ദൈവത്തിന്റെ ശബ്ദത്തിന് ചെവി ചായ്ച്ച് അത് കേട്ടനുസരിക്കുന്നവർക്ക് മാത്രമാണ് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാത്തവരൊക്കെയും നശിച്ചു പോയൊരു പട്ടിക അതിൻ്റെ അപ്പുറത്ത് കിടക്കുകയാ. ഈ ആഹ്വാനം കേട്ട് രക്ഷിക്കപ്പെട്ടവർക്ക് അതിന്റെ രക്ഷ അനുഭവിച്ച് ആ നന്മയിലേക്ക് കയറിയ മറ്റൊരു സമൂഹം മറ്റൊരു സൈഡിൽ കിടക്കുകയാ. ഇതിലേത് വേണമെന്ന് നമ്മൾ തന്നെ തിരഞ്ഞെടുത്തു കൊള്ളുക. ദൈവം പറഞ്ഞതുപോലെ നന്മയും തിന്മയും നിന്റെ മുൻപിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു കൊള്ളുക. യോനാ പ്രവാചകന്റെ ആ സ്വന്തമായ മനസാക്ഷിയിൽ ചെയ്ത പല കാര്യങ്ങളും തെറ്റായി പോയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട് ചെയ്ത ആ പ്രവാചകനിലൂടെ ദൈവം വലിയൊരു വിജയവും ഈ പ്രവാചകനെ ദൈവം ആഗ്രഹിച്ച നിലവാരത്തിൽ ഉന്നതനായ ഒരു പ്രവാചകനാക്കി തീർക്കുകയും ചെയ്തു എന്നുള്ളത്, ആത്മഭാരമുള്ള മറ്റുള്ളവരെ രക്ഷിക്കുന്ന ഒരു പ്രവാചകനാക്കി തീർത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ സാധാരണക്കാരായിക്കോട്ടെ, ശുശ്രൂഷകരായിക്കോട്ടെ, നമുക്കെല്ലാം കുറവുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. എന്നാൽ ഈ യോനാ പ്രവാചകനിലൂടെ നൽകിയ സന്ദേശത്താൽ നമ്മുടെ കുറവുകളെ ക്രമീകരിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ ഒരു പുതിയ സംവത്സരം നമുക്ക് നൽകുന്നുവെങ്കിൽ അത് ഏറ്റവും ഫലം ഉള്ളതായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്.